ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പെന്തക്കോസ്ത് തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം സ്വീകരിക്കുവാനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വചനത്തിലൂടെ അവിടുന്ന് നമ്മളെ അതിശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 22-ാം തിരുവചനം, അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. നോക്കിയേ, പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, ഓരോ കൂദാശകളുടെ സ്വീകരണത്തിലൂടെയും ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മിലേക്ക് പകർന്നു നൽകപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും മായാത്ത മുദ്രയാണ്. ലോകം നമ്മളെ പാപിയെന്ന് വിളിക്കാം, ബലഹീനനെന്ന് വിളിക്കാം, ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് വിളിക്കാം, വിലകെട്ടവനെന്ന് വിളിക്കാം. അങ്ങനെ പല പേരിട്ട് വിളിക്കുമ്പോഴും ദൈവം നമ്മളെ നോക്കി പറയുകയാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. കാരണം നീ എൻ്റെതാണ്, ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. നോക്കിയേ, പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടവരാ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നേ. ആ കർത്താവിത നമ്മളെ ഓർമ്മപ്പെടുത്തുക, പെന്തക്കോസ്തിന്റെ ഏറ്റവും അടുത്ത ദിനങ്ങളിൽ എൻ്റെ കൈവെപ്പിലൂടെ നീ മുദ്ര ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മുദ്ര ചെയ്യപ്പെട്ട നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ച എല്ലാ കൃപാവരങ്ങളെയും നീ ഉജ്ജ്വലിപ്പിക്കണം, വളർത്തണം. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നേ. ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമല്ലേ നമ്മുടെ ശരീരം. അപ്പോൾ ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഈ കൃപകളെ വർദ്ധിപ്പിക്കുവാൻ, ഇരട്ടി അഭിഷേകത്തിലൂടെ മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അനുതാപത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇരട്ടി കൃപകളും അഭിഷേകവും നമുക്ക് ലഭിക്കും. പുത്തൻ ഉണർവോടെ, പുതു ചൈതന്യത്തോടെ ഈ പെന്തക്കോസ്ത് നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്ന അനുഭവം സ്വന്തമാക്കാം. അതുവഴി ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുന്ന ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നീ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഇനി മറ്റൊന്നും നിന്നെ കീഴടക്കുകയില്ല, മറ്റൊന്നിനും നിന്റെ മേൽ ആധിപത്യമില്ല. ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ഈ കൃപ എന്നും ജീവിതത്തിൽ ചേർത്ത് വെച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇന്നിൻ്റെ എല്ലാ ജീവിത ഉദ്യമ മേഖലകളെയും ആശീർവദിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ആശീർവാദത്താൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പ്രാർത്ഥനയോടെ ഈശോയുടെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.